നമസ്കാരം. ഇത്രയും വലിയ അടിത്തറ ഉണ്ടായിട്ടും കേരളത്തിൽ എന്തുകൊണ്ട് BJP വളരുന്നില്ല? അതിനുള്ള ഉത്തരം സുവ്യക്തമായി പറയുകയാണ് കന്യാസ്ത്രീകളുടെ അറസ്റ്റ്. ആത്യന്തികമായി BJP ഒരു ഹിന്ദുത്വ പാർട്ടിയാണ്. മാത്രമല്ല, ഹിന്ദു രാഷ്ട്രത്തിനായി പ്രവർത്തിക്കുകയാണ് അതിന്റെ ധർമ്മം. ഉത്തരേന്ത്യ മുഴുവൻ അത് അജയ്യരായി തുടരുന്നത് ഹിന്ദു ഏകീകരണത്തിലൂടെയാണ്. അവിടെ ന്യൂനപക്ഷ വിരുദ്ധ സമീപനം സ്വീകരിക്കാതെ BJPക്ക് നിലനിൽപ്പില്ല. ബജ്രംഗ് ദളും വിശ്വ ഹിന്ദു പരിഷത്തും ഹനുമാൻ സേനയും ലക്ഷ്മണ പരിവാറും അനേകമനേകം മറ്റ് ഹിന്ദു സഭകളുമാണ് വോട്ടിന്റെ അടിസ്ഥാനം. ഇത്തരം പാർട്ടികളെല്ലാം നിലനിൽക്കുന്നത് ന്യൂനപക്ഷ വേട്ട ഒന്നുകൊണ്ട് മാത്രമാണ്. കേരളം പോലെ എല്ലാ മതജാതി വിഭാഗങ്ങൾക്കും തുല്യ പ്രാധാന്യമുള്ള സമൂഹത്തിനായി വേറൊരു നയം സ്വീകരിക്കാൻ BJPക്ക് കഴിയില്ല. അങ്ങനെ സ്വീകരിച്ചാൽ ഉത്തരേന്ത്യയിലെ ബഹുഭൂരിപക്ഷവും പാർട്ടിയെ വിട്ടുപോകും. ദേശീയ ഭരണം തന്നെ തുലാസിലാകും. ഇതിനെ BJP വന്നുപെട്ട പ്രതിസന്ധി എന്നൊന്നും നിസ്സാരവൽക്കരിക്കാൻ കഴിയില്ല. ഇന്ത്യൻ ജനതയുടെ തലവഴി ഒഴിച്ചുകൊണ്ടിരിക്കുന്ന വർഗീയതയുടെ കാളകൂട വിഷമാണിത്. സ്പോട്ട്ലൈറ്റ് തുടങ്ങുന്നു. കന്യാസ്ത്രീകളും പരിവാർ സംഘടനകളും. മലയാളികളായ ആ രണ്ട് കന്യാസ്ത്രീകളും തിരുവസ്ത്രത്തിലായിരുന്നു. ജപമാല കഴുത്തിലുണ്ടായിരുന്നു. അവർ കന്യാസ്ത്രീകളല്ല എന്ന നാട്യം ഒരിടത്തും ഉണ്ടായിരുന്നില്ല. അത് തന്നെയാണ് അവർ നേർവഴിക്കാണ് പ്രവർത്തിച്ചത് എന്നതിന്റെ തെളിവ്. ഛത്തീസ്ഗഡിലെ ക്രിസ്ത്യൻ കുടുംബത്തിൽ നിന്നുള്ള 3 പെൺകുട്ടികളെ ഒപ്പം കൂട്ടാനാണ് അവർ പോയത്. ആ പെൺകുട്ടികൾക്ക് മഠം വക ആശുപത്രിയിലാണ് ജോലി നൽകിയത്. പെൺകുട്ടികളിൽ ഒരാളുടെ സഹോദരൻ അവർക്കൊപ്പം എത്തിയിരുന്നു. വീട്ടുകാർ തന്നെ അയച്ചതാണെന്ന് ആ പെൺകുട്ടികൾ മൊഴിയും നൽകി. എന്നിട്ടും ബജ്രംഗ് ദൾ പറഞ്ഞതാണ് അവിടെ പോലീസ് മുഖവിലേക്കെടുത്തത്. RSSകാരനായിരുന്ന TT ബജ്രംഗ് ദളുകാരെ വിളിച്ചു വരുത്തിയത്. ബജ്രംഗ് ദളുകാർ വളഞ്ഞ് പോലീസിന് പരാതി നൽകി. അവർ ചൂണ്ടിക്കാണിച്ചത് 2 കാര്യമാണ്. 1, നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നു. 2, മനുഷ്യക്കടത്ത് നടത്തുന്നു. രണ്ടും ജാമ്യം കിട്ടാത്ത കുറ്റമാണ്. ആ 2 വകുപ്പും ചേർത്ത് പോലീസ് കേസുമെടുത്തു. 93.25% ഹിന്ദുക്കളായ സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. അവിടെ 2% മുസ്ലിങ്ങൾ, 1.9% ക്രിസ്ത്യാനികൾ. 93% വരുന്ന ഹിന്ദുക്കളെയും ഒന്നിപ്പിച്ചു നിർത്താൻ ഉപയോഗിക്കുന്ന ഇരകളാണ് 2% വീതം വരുന്ന ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും നിയമവിരുദ്ധമായി എന്തോ ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് ധ്വനിപ്പിക്കുകയാണ് അവിടെ നടക്കുന്ന ഏക രാഷ്ട്രീയ പ്രവർത്തനം. ഛത്തീസ്ഗഡിൽ മാത്രമല്ല, ഉത്തരേന്ത്യയിൽ മുഴുവൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ്. ലോഹയും തിരുവസ്ത്രങ്ങളും ഉപേക്ഷിച്ച് വേണം ഉത്തരേന്ത്യയിൽ മിഷണറി പ്രവർത്തനമെന്ന് സമീപകാലത്ത് നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. ഒളിച്ചും പാത്തും വേണം സുവിശേഷ പ്രവർത്തനം എന്ന നിലയിലേക്ക് ഉത്തരേന്ത്യ മാറിയത് ഇന്നോ ഇന്നലെയോ അല്ല. തൊപ്പിവച്ചും താടി നീട്ടിയും കന്നുകാലികളെ വാങ്ങാൻ വരുന്നവരെ തച്ചുകൊല്ലുന്ന ഇടങ്ങളാണ്. ബിഷപ്പുമാർ പോലും സഭാവസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് പാൻസും ഷർട്ടുമിട്ട് പുറത്തിറങ്ങേണ്ട നാടുകൾ. എവിടെ നിന്നാണ് എപ്പോഴാണ് ആക്രമണം വരികയെന്ന് ഒരു ഉറപ്പുമില്ല. ഇപ്പോൾ അറസ്റ്റിലായ 2 കന്യാസ്ത്രീകളുടെ കാര്യം തന്നെ എടുക്കുക. അവർ തിരുവസ്ത്രങ്ങളിൽ തന്നെ വന്നത് ചെയ്യുന്നത് 100% സത്യസന്ധമായ തൊഴിലാണ് എന്ന ഉറപ്പിലാണ്. അവരെ പൊടുന്നനെ മനുഷ്യക്കടത്തുകാരും മതപരിവർത്തനക്കാരുമാക്കുകയാണ്. കന്യാസ്ത്രീകൾക്കൊപ്പം പോകാനെത്തിയ 3 പെൺകുട്ടികളും 18 വയസ്സ് പൂർത്തിയായവരാണ്. സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുക്കാൻ കഴിയുന്നവരാണ്. അവർ ഒരു ജോലിക്ക് പോവുകയല്ലാതെ മറ്റൊന്നും അവിടെ ചെയ്തിട്ടുമില്ല. എന്നിട്ടും ആ കന്യാസ്ത്രീകൾ വലിയ നിയമലംഘനം നടത്തി എന്ന മട്ടിലാണ് ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്ന വാർത്തകളെല്ലാം. BJP കേരള ഘടകം ഇടപെടുന്നു എന്നത് തന്നെ ഏത് നിലയ്ക്കാണ്? നിയമപരമായി അകത്ത് കിടക്കേണ്ടവരാണ് കന്യാസ്ത്രീകൾ. അവരെ ഞങ്ങളുടെ ശക്തി ഉപയോഗിച്ച് പുറത്തു കൊണ്ടുവരികയാണ് എന്നാണ് നടിക്കുന്നത്. 2 കന്യാസ്ത്രീകൾ അറസ്റ്റിലായതിന് ആ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ കാണേണ്ട കാര്യമില്ലല്ലോ. കോടതിയിൽ ചെന്ന് കാണിച്ചത് ശുദ്ധ തോന്നിയാസമാണെന്ന് ധരിപ്പിച്ചാൽ പോരെ. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾ ഉത്തരേന്ത്യക്കാരാണ് എന്ന് ധരിക്കുക. ഇപ്പോൾ സംഭവിക്കുന്ന എന്തെങ്കിലും അനക്കം പിന്നീടുണ്ടാകുമോ? BJPയുടെ ഏതെങ്കിലും ഒരു സംസ്ഥാന ഘടകം അവരുടെ മോചനത്തിനായി ഇറങ്ങുമോ? ഇറങ്ങില്ല എന്ന് മാത്രമല്ല, കന്യാസ്ത്രീകൾക്കെതിരെ പ്രസ്താവനകളുടെ പ്രളയമായിരിക്കും. ഇപ്പോൾ ഛത്തീസ്ഗഡിലെയും അയൽ സംസ്ഥാനങ്ങളിലെയും BJP ഘടകങ്ങൾ പറഞ്ഞത് തന്നെ കേരളം വരെയുള്ള ഘടകങ്ങളും പറയും. ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടാക്കുകയാണ് ക്രിസ്ത്യാനികൾ എന്നാണ് ആ പറച്ചിൽ. പാവം പിടിച്ച ഹിന്ദുക്കളെ മതപരിവർത്തനം നടത്തി കൊണ്ടുപോകുന്നു എന്നായിരിക്കും
അപ്പോൾ വരുന്ന വ്യാഖ്യാനം. ആ ഹിന്ദുക്കൾ എന്തുകൊണ്ട് ദരിദ്രരും പാവങ്ങളുമായി തുടരുന്നു എന്നാണ് ചോദ്യം. ജാതി ശ്രേണിയിൽ ഏറ്റവും താഴെ തട്ടിലുള്ള അവർക്ക് ജീവിക്കാൻ പോലും ഗതിയില്ല. ജാതി മേലാളന്മാരുടെ വീതം വയ്പ് കഴിഞ്ഞ് താഴേക്കൊന്നും ചെല്ലുന്നില്ല. ഈ താഴെ തട്ടിലുള്ളവരുടെയും വോട്ട് വാങ്ങാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങളിൽ ഒന്നാണ് മതപരിവർത്തന ആരോപണം. മിഷണറി പ്രവർത്തനം എന്നാൽ മതപരിവർത്തനമാണെന്ന ധ്വനി അന്നാടുകളിലാകെ ഉണ്ടാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കേരളത്തിലേക്ക് വരുമ്പോൾ BJP എന്ന പാർട്ടിക്ക് മറ്റൊരു പ്രതിച്ഛായ അസാധ്യമായി മാറുന്നത്. ആട്ടിൻതോൽ അണിഞ്ഞെത്തിയാലും കുഞ്ഞാടുകളെ തിരിച്ചറിയാൻ ബോധമുള്ളവർക്ക് സാധിക്കും. ഹിന്ദു സന്യാസിമാരും സന്യാസിനിമാരും ഉള്ളതുപോലെ തന്നെ ക്രിസ്ത്യാനികൾക്ക് അച്ഛന്മാരും കന്യാസ്ത്രീകളുമുണ്ട്. അവരുടെ മതജീവിതത്തിന്റെ ഭാഗമാണ് തിരുവസ്ത്രം. അതുപേക്ഷിച്ച് സാധാരണക്കാരെ പോലെ ജീവിക്കേണ്ട സ്ഥിതി അവർക്ക് വന്നാൽ എന്താണ് അർത്ഥം? ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ മതപ്രവർത്തനം ഇന്ത്യയിൽ അസാധ്യമായി എന്നാണ്. ഇന്ത്യ അതിവേഗം ഹിന്ദു രാഷ്ട്രമായി കൊണ്ടിരിക്കുന്നുവെന്നാണ്. ഏറ്റവും അപകടകരമാണ് ആ സ്ഥിതി. എല്ലാ വൈവിധ്യങ്ങളെയും അതിന്റെ പൂർണ്ണ ഭംഗിയിൽ കാണിക്കാൻ കഴിയുന്ന ഒരു രാജ്യത്തിന് മാത്രമാണ് നിലനിൽപ്പുള്ളത്. മണിപ്പൂരിൽ സംഭവിച്ചതെന്തോ അത് രാജ്യമെങ്ങും ആവർത്തിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ കാണുന്നത്. ഛത്തീസ്ഗഡിലേത് അത്തരമൊരു നീക്കത്തിന്റെ തുടക്കം മാത്രമാണ്. റെയിൽവേയും പോലീസും സർക്കാരുമെല്ലാം എങ്ങനെ ഹിന്ദുത്വയുടെ ഭാഗമായി എന്നാണ് ഛത്തീസ്ഗഡ് കാണിച്ചു തരുന്നത്. ഹിന്ദുവല്ലാത്തതൊന്നും നിലനിൽക്കേണ്ടതില്ല എന്നല്ലാതെ മറ്റെന്താണ് ആ പ്രഖ്യാപനത്തിന്റെ അർത്ഥം? സ്പോട്ട്ലൈറ്റ് ഇനി നാളെ മറ്റൊരു വിഷയവുമായി ഇതേ സമയം. നമസ്കാരം.